ആ ക്വാളിറ്റി വേണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സാധനം വെള്ളം നനഞ്ഞാലും പോകാൻ പാടില്ല, ഒന്നും പറ്റാൻ പാടില്ല എന്നുള്ള നിലക്ക് നമ്മൾ ഇത് എത്തിച്ചുള്ളത്. ഇതിന് നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യാൻ വേണ്ടി അത് വെച്ചിട്ട് ഡയറക്റ്റ് തന്നെ ഒട്ടിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇടയ്ക്ക് ഓരോ ആണി കൂടി കൊടുക്കുന്നുണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ചില സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള സമയമൊക്കെയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഒട്ടിച്ച പടന്നെ അതുപോലെ നിൽക്കും. മെറ്റൽ ആർട്ട് ഓരോന്നായിട്ട് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇവിടെയെല്ലാം കൊണ്ടുവന്ന് അടിച്ച് സെൻട്രൽ സൈഡിലെല്ലാം അടിച്ച് കഴിഞ്ഞാൽ കാണാൻ വൃത്തിയിടാണ്. അപ്പോൾ താഴെ രണ്ടെണ്ണം കൊടുത്ത് മുകളിൽ ഒന്ന് കൊടുത്തിട്ട് ബാക്കി സിലിക്കോൺ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് വരുന്ന രീതിയിൽ അതിൽ നിന്ന് ഇറങ്ങുന്ന ലെങ്തി ആയിട്ടുള്ള കേട്ടനാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ ഹെഡ് റെസ്റ്റ് വരെ വരുന്ന രീതിയിൽ താഴെ വരെ വരുന്ന രീതിയിലുള്ളതാണ് വെച്ച് കൊടുക്കുന്നത്. കണ്ണൂരുള്ള ബാപ്പമാരുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പെമ്മക്കളെ കല്യാണം ചെയ്യുന്ന സമയത്തേക്ക് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തത് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജാമ്പവാൻ്റെ കാലത്തെ ഉള്ളതാണെങ്കിലും ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ. അത് നമ്മൾ വാളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ വാളിൽ നമ്മൾ കുറച്ച് മെറ്റൽ ഡിസൈനുകൾ, പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് മിററുകൾ, പിന്നെ കുറച്ച് വാളിൽ ഹാങ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ പിക്ചറുകൾ ഹാങ് ചെയ്യുന്നതും അതിൻ്റെ ബെഡ്റൂം സെറ്റിംഗ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നു. ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഏകദേശം പാനലിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് സീലിംഗ് വർക്കുകൾ, പിന്നെ ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ വർക്ക്, വാർഡ്രോബിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ മെയിനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ മലയാളികൾ ആരും ചെയ്ത് കാണാത്തൊരു സാധനമാണ് നമ്മുടെ മോൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ മോൾഡിങ്ങിൻ്റെതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ എനർജി ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതിന് ബീഡിങ്, റീപ്പർ, മോൾഡിങ്, അതല്ലെങ്കിൽ കോർണിസ്, അങ്ങനെ 3-4 പേരിൽ പറയുന്നുണ്ട് കോമൺ ആയിട്ട്. ശരിക്കും ഇതിന് പറയുന്നത് മോൾഡിങ് എന്നാണ്. ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് POP, അതായത് നമ്മൾ ജിപ്സത്തിൽ വരുന്ന മെറ്റീരിയലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്കായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ചുരണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അടർന്നടർന്ന് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അതേ ഒരു ഡിസൈൻ നമുക്ക് കാണിച്ചു ചെയ്ത് ഈ കാണുന്ന ഈ ഒരു ഡിസൈനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഈ ഒരു ഡിസൈനിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതിനോട്ട് നമ്മൾ ആദ്യം ചെയ്തത് ഇതിൻ്റെ WPC മെറ്റീരിയൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ കൊറിയയാണ്. ഇത് നമ്മൾ കൊറിയർ ചെയ്യിപ്പിച്ചുള്ളത് ബോംബെയിൽ നിന്ന് ഇവിടത്തേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യിക്കുന്നത്. കാരണം ഇത് നമുക്ക് അത്രയും ക്വാളിറ്റി വേണം. കണ്ണൂരുള്ള ഓരോ ബാബമാരും ശ്രദ്ധിക്കുന്നതാണ് മകളുടെ കല്യാണ സമയത്ത്. ആ ക്വാളിറ്റി വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സാധനം വെള്ളം നനഞ്ഞാലും പോകാൻ പാടില്ല, ഒന്നും പറ്റാൻ പാടില്ല എന്നുള്ള നിലക്ക് നമ്മൾ ഇത് എത്തിച്ചുള്ളത്. ഇതിന് നമ്മൾ വേറൊരു രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഫോം ബോർഡിൽ അല്ലെങ്കിൽ WPCയിലെ നമ്മൾ ഷീറ്റ് വരുന്നില്ലേ, അതിൽ CNC കട്ട് ചെയ്തിട്ട് ഈ രൂപത്തിലാക്കി എടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡിസൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അടുത്തൊരു വീട്ടിലേക്ക് ചെയ്യേണ്ട തലശ്ശേരിയിലൊരു വീട്ടിൽ ആ ഒരു സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നത് കാണിക്കും. അപ്പോൾ ഇതിൽ ടോട്ടൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു ടൈപ്പിന് 450 രൂപയാണ് പ്രൈസ് വരുന്നെങ്കിൽ ഇതിന് ഏകദേശം 1200 രൂപ വരെ പ്രൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈന് വീതി അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസ് മാറി വരും. അപ്പോൾ ഇതിൻ്റെ വലുപ്പം കൂടുതലെങ്കിൽ അതിൻ്റെ പ്രൈസ് മാറും. കാരണം ഇത് WPC മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ഒരു പീസ് 10 എണ്ണം, ഇത് 7ഉം ഇത് 10ഉം വരുന്ന വിധത്തിലാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിങ്ങനെ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ അപ്പുറത്തെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ബോർഡറൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് നമ്മൾ എടുത്തതാണ്. ഇപ്പോൾ ഈ വാർഡ്രോബിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അത് ആ സൈഡിൽ ആ വാർഡ്രോബിന് കണക്കായിട്ട് പിടിച്ചു കൊടുക്കും. ഫുഡ് വേണ്ട, ഇനി ഇപ്പുറത്തേക്കാണ് അലമാറ വെക്കും. അപ്പോൾ ഇവിടെ വലിയ കട്ടനാണ് ഇടുന്നത്. മുകളിൽ നിന്ന് നമ്മൾ മുകളിൽ സീലിങ്ങിലേക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് താഴോട്ടേക്ക് വരുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മളിത് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ കട്ടിങ് ഇട്ടിട്ട് ഇവിടെ വരും. പിന്നെ ബാക്കിയുള്ള ഭാഗത്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ. ഈ സെൻറ്ററിൽ വരുന്ന ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്വയർ, അപ്പുറത്തെ എൻ്റെ ഒരു സ്ക്വയർ, അവിടെ ഒരു സ്ക്വയർ, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ലിക്വിഡ് വാൾപേപ്പറും കൂടി ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡ്രസ്സ് സെറ്റാണ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നത്. ഡ്രസ്സ് സെറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് മിററാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കണ്ടിന്യൂറ്റി കൊടുക്കാത്തതിന് കാരണം മുകളിൽ നിന്നുള്ള കട്ടം വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലും മിറർ തന്നെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ 2 ഭാഗത്ത് നമ്മൾ ലിക്വിഡ് വാൾപേപ്പറാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ ഏതായാലും ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫൈനൽ പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യൂ. കാരണം ഇതിലേക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കവർ ചെയ്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്ര ഈ വീഡിയോയിൽ ഇവിടെ കാണിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്തൊരു സൈഡിൽ വേറെ ഇതിൽ സെറ്റാക്കുന്ന ബെഡ്റൂം സെറ്റിങ്, പിന്നെ അതുപോലെ തന്നെ ചുറ്റിൽ ഇതേ ഡിസൈനിൽ വേറൊരു ടൈപ്പിൽ കുറച്ച് താഴെയൊക്കെ വരുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോസസ്സും കാണിക്കുന്നില്ല. എന്നാലും നമ്മളിതിനെ എങ്ങനെ ഒട്ടിക്കുക, നെയിൽ ഫ്രീ വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രോസസ്സുകളെല്ലാം ഇവിടെ കണ്ടതും പിന്നെ ഫിനിഷിങ് നമുക്ക് അവിടെ കാണും. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ വാർഡ്രോബുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ടോയ്ലറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ AC സംഭവങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. AC നമ്മൾ
ഇതിൽ സെറ്റാക്കി കഴിഞ്ഞു ഓൾറെഡി. നമുക്ക് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഈ നമ്മുടെ മാട്രസൊക്കെ വിരിക്കുന്നതിന് മുമ്പ് തന്നെ ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മോൾഡിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞു. അപ്പോൾ മോൾഡിങ്ങിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോസസ്സും വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഡിസൈൻ അനുസരിച്ചിട്ടുള്ള മോൾഡിങ് വാങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ സെലക്ഷൻ അത് ഞാൻ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്ക് വാങ്ങാം. ഇതിലിപ്പം നമ്മളിപ്പോൾ ഡോറ് തുറക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നുണ്ട്. ഈ ഡോറ് തുറക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാന്തി ഇളക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് WPC മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈഫ് കിട്ടും. അതുപോലെ തന്നെ PVC ആയതുകൊണ്ട് PVC എന്ന് പറഞ്ഞാൽ വുഡ് ആൻഡ് പ്ലാസ്റ്റിക് കോമ്പൗണ്ട് എന്ന് പറയും, WPC അതിൻ്റെ ഫുൾ ഫോം അതാണ്. അപ്പോൾ അത്തരത്തിലുള്ളതായതുകൊണ്ട് തന്നെ വേറെ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല, നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് വരേണ്ട കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത്, അതിലേക്ക് തന്നെ നമുക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മോൾഡിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 45 ആംഗിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റർ സോ അല്ലെങ്കിൽ ചോപ്പ് സോ ആയാലും മതി, നമ്മൾ ഇരുമ്പ് കട്ട് ചെയ്യുന്ന ടൈപ്പ് ആയാലും, അല്ലെങ്കിൽ 45 കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കട്ടർ ആണെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് സാധാരണ പോലെ തയ്ച്ചിട്ടെല്ലാം ഒപ്പിക്കാൻ പറ്റും. അത് കുറച്ച് റിസ്ക് ആണ്. എന്നാലും ഈ ഒരു രീതിയിലേക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മീറ്റർ സോ തന്നെയാണ് നല്ലത്. മീറ്റർ സോയിൽ തന്നെ സ്ലൈഡിങ് മീറ്റർ സോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിൾ കറക്റ്റായിട്ട് കിട്ടും. നീളം മാത്രം അളന്നെടുത്തിട്ട് ജോയിൻ ചെയ്ത് പോയി വിടും. അപ്പോൾ മീറ്റർ സോ വാങ്ങിയതിന് ശേഷം നമ്മൾ ഇത് അടുത്തതായിട്ട് ഇതിൻ്റെ സ്ക്വയർ ആക്കിയിട്ടാണ് വേണമെങ്കിൽ ഏത് രൂപത്തിൽ വേണോ, ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ വലുതൊക്കെ ഈ ഒരു ആംഗിളിലേക്ക് കട്ട് ചെയ്തെടുത്തു. മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒട്ടിക്കുകയാണ്. അത് നൈൽ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വരുന്നുണ്ട്. ഈ സിലിക്കോണിൻ്റെ നൈൽ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിലിക്കോൺ. അത് വെച്ചിട്ട് ഡയറക്റ്റ് തന്നെ ഒട്ടിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇടയ്ക്ക് ഓരോ ആണി കൂടി കൊടുക്കലുണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ചില സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ചൂടുള്ള സമയമൊക്കെയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഒട്ടിച്ച പടന്നെ അതുപോലെ നിൽക്കും. അതുപോലെ ഇങ്ങനെ എല്ലാത്തിനും നല്ല വൃത്തിയിലായി കൊടുത്തിട്ട് കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുത്താൽ ഈസി പ്രോസസ്സാണ്. ഇതിൻ്റെ 45 കട്ടിങ് മാത്രമേ നല്ല ഒരു വൃത്തിയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു മീറ്റർ സോ ആവശ്യമായിട്ട് വരും. POP വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഒട്ടിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്തിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ടെസ്റ്റ് നടത്തിയിട്ട് പറിച്ചെടുത്ത് നോക്കിയതാണ്. അപ്പോൾ പുട്ടിയിടുന്നതിന് മുമ്പ് വേണോ പുട്ടിയിടുന്നതിന് ശേഷം വേണം എന്നുള്ള പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഈ WPCൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുട്ടി ഇട്ടതിന് ശേഷം ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇത് ഗ്രിപ്പ് കിട്ടാനുള്ള സാധ്യത കുറവ്, നമ്മൾ സിലിക്കോൺ വെക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതിന് നമുക്ക് പുട്ടിയിടുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. സിലിക്കോൺ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഡിസൈനിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഓരോ ആണി വീതം ജസ്റ്റ് ഒന്ന് ഇത് ഹോൾഡായി നിൽക്കാൻ വേണ്ടി മാത്രം അടിച്ചു കൊടുക്കും. ചെറിയ നമ്മളെ മുള്ളാണി അല്ലെങ്കിൽ മോൾ നൈൽ നമുക്കിങ്ങനെ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് 1, 2, 3 ഒന്നിന് അടിച്ചു കൊടുത്താൽ മതി, അത്രേ ആവശ്യമുള്ളൂ. ഈ മെറ്റൽ ആർട്ട് ഡിസൈനൊക്കെ നമ്മളിവിടെ ഓൾറെഡി വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹാങ് ചെയ്യാനുള്ള ഹാങ്ങിങ് മിറർ എല്ലാവരും പറയുന്നതായിരിക്കും ബെൽറ്റിൽ ഹാങ് ചെയ്യുന്നത്. ഇത് ബെൽറ്റില്ലാതെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ബ്രാക്കറ്റ് ഉണ്ടാവും, അതിനും ഹാങ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമുകൾ, അത് ഓരോരോ സെലക്ഷൻ അനുസരിച്ചിട്ട് പാർട്ടി തന്നെ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെറ്റാക്കുന്നതിന് കാണാം, അതും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ മെറ്റൽ ആർട്ട് ഓരോന്നായിട്ട് ഹാങ് ചെയ്ത് തുടങ്ങിയാണ്. ഇത് ഈ ഒരു രൂപത്തിലാണ് വരുമോ. ഡ്രസ്സിംഗ് സെറ്റിൻ്റെ മിറർ വെക്കാൻ വേണ്ടി പോയാണ്. ഇത് നമ്മൾ ഒരു ക്വാർട്ടർ ഷേപ്പിലുള്ളത്, ക്വാർട്ടർ റൗണ്ട് എന്ന് പറയാൻ കഴിയില്ല, ഒരു പ്രത്യേക ഒരു ഷേപ്പിലാണ്. ഈ ഒരു അളവിന് കണക്കായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ സ്കെച്ചാക്കിയിട്ടാക്കിയതാണ്. അപ്പോൾ സിലിക്കോൺ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ബാക്കിൽ സിലിക്കോൺ അടിച്ചിട്ടാണ് സെറ്റാക്കുന്നത്. നമുക്കിത് വലിയ മിററായതുകൊണ്ട് പിന്നെ ഇതിൽ മാത്രം നിൽക്കില്ല, നമ്മൾ സ്ക്രൂ ക്യാപ്പ് മാത്രം ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇതിൽ നമ്മൾ സെൻറ്ററൊക്കെ കൊണ്ടുവന്നിട്ട് ഹോൾ അടിച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിത് ഹോൾ അടിച്ചിട്ട് മിറർ ക്യാപ്പ് വെച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്, ഗ്ലാസ് ക്യാപ്പ് മിറർ ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞുള്ളത്. പക്ഷെ അതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയെല്ലാം കൊണ്ടുവന്ന് അടിച്ച് സെൻട്രൽ ഈ സൈഡിലെല്ലാം അടിച്ച് കഴിഞ്ഞാൽ കാണാൻ വൃത്തിയിടാണ്. അപ്പോൾ താഴെ 2 കൊടുത്ത് മുകളിൽ 1 കൊടുത്തിട്ട് ബാക്കി സിലിക്കോൺ അടിച്ചു കൊടുക്കുകയും. ഇപ്പോൾ വുഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ്, ഡയറക്റ്റ് സ്ക്രൂ ക്യാപ്പ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയും വേണ്ടു. ഓക്കെ, സെൻട്രൽ കുറച്ച് അധികം അടിച്ച് ഈ ഒരു രൂപത്തിലുണ്ടാവുക. അപ്പോൾ സ്ക്രൂ ക്യാപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ സ്ക്രൂവിന് വരുന്ന ഒരു ബ്രാസിൻ്റെ ഒരു നട്ടും ബോൾട്ട് എന്ന് പറയാൻ മാത്രം ഒന്നും നീളം ഉണ്ടാവില്ല. ഇതുപോലത്തെ ക്യാപ്പും വരും. എസ് എസിൻ്റെത് മാത്രമല്ല, ഇതിൻ്റെ കോട്ടിങ്ങും വരുന്നുണ്ട്.
അപ്പോൾ SS തന്നെ ചോദിച്ച് വാങ്ങുക. SS-ലാകുമ്പോൾ നമുക്ക് ഈ മെറ്റൽ ഇതുപോലെ ഔട്ടർ കാണുമ്പോൾ മനസ്സിലാവും. മെറ്റലിൻ്റെ ഔട്ടറിൽ ചെറിയ ഈ പോളിഷ്ഡ് SS റോഡിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, ഇത് ത്രെഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ലെയ്ത്തിൽ നിന്ന്. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തുരുമ്പ് പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് വുഡിലേക്കായതുകൊണ്ട് നേരിട്ട് സ്ക്രൂ അടിച്ച് കൊടുക്കുന്നത്. പിന്നെ സിലിക്കോണും വരുന്നുണ്ടല്ലോ, വേറെ ഇതിൻ്റെ പ്ലഗോ വാൾ പ്ലഗോ ഒന്നും ആവശ്യം വരുന്നില്ല. ഓക്കെ, അങ്ങനെ മെറ്റൽ ആർട്ട് നമ്മളിവിടെ ഫിറ്റ് ചെയ്തു ഈ ഒരു ഗ്യാപ്പിലായിട്ട്. എനിക്ക് ഫൈനലായിട്ട് പെയിൻറ്റ് ടച്ച് ചെയ്യാനുള്ളൂ. അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം, നമ്മൾ ആ ഹാങ്ങിങ് മിറർ എന്ന് പറയുന്നത് ഹാങ് ചെയ്യുന്നതിൻ്റെ ബെൽറ്റ് ഇതിൻ്റെ മുകളിലെത്തി പോകുന്നു. പിന്നെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗി കിട്ടുന്നില്ല, അതിൻ്റെ ഒരു മിനിമം ഒരു ഇത്രയും ഹാങ് ആയാലേ ഭംഗി കിട്ടും. അതുകൊണ്ട് നമ്മളത് ബ്രാക്കറ്റ് ആക്കിയിട്ട് ബാക്കിൽ സെറ്റ് ചെയ്ത് അങ്ങനെ ഇവിടെ മിററും സെറ്റ് ചെയ്ത്. ഇതിനെന്ത് ഷേപ്പാണ് പറയുക പറഞ്ഞാൽ നമ്മൾ ക്വാർട്ടർ റൗണ്ട് എന്ന് പറയാം, പക്ഷേ റൗണ്ട് അല്ല, ഒരു എലിപ്സ് ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം കട്ട് ചെയ്യുന്നതെന്ന് പറയാം. അങ്ങനെ ആക്കിയത് അങ്ങനെയല്ല, നമ്മൾ കട്ട് ചെയ്തത് ഈ ഒരു അളവെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ആർച്ച് ഈ ഒരു ഡിസൈനിൻ്റെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ സെറ്റ് ആക്കിയതാണ്. അങ്ങനെ നമ്മളെ മിററൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളെ ബെഡ്റൂമിൻ്റെ വർക്ക് ഈ ഒരു ലെവലിലേക്കായി. ഇനിയിപ്പം ഒരുപാട് വർക്ക് ഇതിൽ കിടക്കുന്നുണ്ട്. നമുക്കിതിൽ വാൾപേപ്പറിൻ്റെ വർക്ക് ഈ ഒരു സൈഡിൽ വരാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ഫൈനലായിട്ട് പെയിൻ്റ് അടിക്കാനുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട്. പിന്നെ ഇവിടെ വാർഡ്രോബ് വരുക, അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം പ്ലെയിൻ ആയിട്ടുണ്ടായത് വെച്ചിട്ടുള്ളത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ആദ്യം ബെഡ് സ്വിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ബെഡിൻ്റെ പൊസിഷനൊക്കെ മാറ്റി ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ബെഡ് ഇവിടെ നമ്മളെ ഹെഡ് റെസ്റ്റ് വന്നിട്ട് ഇങ്ങനെ വരുന്ന ലെവലിലേക്ക് സെറ്റാക്കി കഴിയും. അങ്ങനെ അത് ബെഡ് സെറ്റാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കേട്ടൺ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിൽ ബ്ലൈൻഡ് ആക്കിയിട്ടുള്ള ആ ഒരു ടൈപ്പെല്ലാം സെറ്റ് ചെയ്യുന്നത് മുകളിൽ നിന്ന് വരുന്ന രീതിയിൽ ആ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ നമ്മൾ തന്നെ ചെയ്തതാണ്. അത് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഒരുപാട് സീലിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതായതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് വരുന്ന രീതിയിൽ അതിൽ നിന്ന് ഇറങ്ങുന്ന ലെങ്തി ആയിട്ടുള്ള കേട്ടനാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഈ ഹെഡ് റെസ്റ്റ് വരെ വരുന്ന രീതിയിൽ താഴെ വരെ വരുന്ന രീതിയിലുള്ളതാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ആദ്യമേ പ്ലാൻ ചെയ്തത് കംപ്ലീറ്റ് ഒരു കട്ടനാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി, ഈ ഒരു വാൾ കാണാത്ത രീതിയിൽ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളെ ഡ്രസ്സിങ്ങിൻ്റെ ഈ ഒരു ഏരിയയും ഇതൊക്കെ ഒന്ന് പ്ലാൻ മാറ്റിയത്, കാരണം ഈ ഒരു ബാത്റൂമൊക്കെ വരുന്നത് കൊണ്ട് ഇവിടത്തേക്ക് വരുമ്പോൾ ആ കേട്ടൻ്റെ ഭാഗം നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിന്നെ നമ്മൾ ടിഷ്യൂ അല്ലെങ്കിൽ തോർത്തൊന്നും അല്ലെങ്കിൽ ഒരു ടവലോ ഉപയോഗിക്കാണ്ട് ഈ ഇതിലേക്ക് ഈ ക്ലോത്തിലേക്ക് നമ്മൾ കൈ തോർത്തുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. പിന്നീട് ബ്ലാക്ക് കളറൊക്കെ ആയി വരുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ദീർഘദൃഷ്ടിയോടെ കണ്ടിട്ടാണ് ആ ഒരു പ്ലാനിങ് ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് വരുന്നത് കൊണ്ട് തന്നെ അതിന് മേച്ചാവുന്ന രീതിയിൽ വരണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഡോറ് തേക്കിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു കോട്ടിൻ്റെ ഇതൊക്കെ വന്നിട്ട് ഫുള്ളായിട്ട് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. കോട്ട് വരുന്നത് നമ്മളെ കുറച്ച് ഉയർത്തിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു കുഷ്യനൊക്കെ വരുന്ന ടൈപ്പിലുള്ള ഒരു നല്ല ഡിസൈനുള്ളത് തന്നെ ചെയ്യുന്നത്. അടുത്ത ബെഡ്റൂമിൻ്റെ ഡിസൈൻ വരുന്ന സമയത്തേക്ക് ആ ഒരു ഭാഗം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു പോകുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് വാങ്ങുന്നത് നല്ലത്, റെഡിമെയ്ഡാണോ നല്ലത്, അതല്ല നമ്മൾ സെറ്റ് ചെയ്യുന്നതാണോ നല്ലത്, ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തേക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, പാനലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം പാനലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കുത്തനെ അടിക്കുന്നതാണെങ്കിൽ ഈ കാപ്പിലറി ആക്ഷൻ വഴി ഇതിലേക്ക് വെള്ളം വലിഞ്ഞ് കയറിയാണെങ്കിൽ ഇത് വുഡിന് വലിയ പ്രശ്നം വരില്ല. നമ്മുടെ വിനീർ അങ്ങനത്തെ ടൈപ്പുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ കാപ്പിലറി ആക്ഷൻ വഴി വന്നിട്ട് ബ്ലാക്ക് കളറൊക്കെ അടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇത് ഇങ്ങനെ ക്രോസ് ഇട്ട് കൊടുത്തത്. ക്രോസ് ആകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഗ്യാപ്പ് ഇടുന്നത് കൊണ്ട് അഥവാ കാപ്പിലറി ആക്ഷൻ വഴി ഇതിലേക്ക് വെള്ളം കയറിയാൽ തന്നെ ഇവിടെ വരെ വന്നിട്ട് അവിടെ ബ്രേക്ക് ആവും. നമുക്ക് അഥവാ മാറ്റണമെങ്കിൽ തന്നെ ഈ ഒരു ബോർഡ് മാത്രമായിട്ട് അടിയിലത്ത് മാത്രമേ ഡാമേജ് ആവാൻ സാധ്യതയുള്ളൂ. അത് മാത്രമായിട്ട് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമ്മളെ അടുത്ത വീഡിയോയിൽ കൂടി അല്ലെങ്കിൽ വരുന്ന വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ഈ റൂമിനെ പറ്റി പറയാനുള്ള ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.